നമസ്കാരം. പലരും നാട്ടിൽ വളരെ റെയറായിട്ടുള്ള നോട്ടുകളൊക്കെ വാങ്ങാറുണ്ട്. ഇത്തരത്തിലുള്ള നോട്ടുകൾ ഒറിജിനലാണോ ഫേക്കാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട്. അങ്ങനെ സംശയമുള്ള ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നോട്ടുകൾ ഗ്രേഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമുണ്ട്. നമ്മുടെ നാട്ടിൽ അത് കുറവാണ്. അമേരിക്കൻ ബേസ്ഡ് ആണ് പ്രധാനപ്പെട്ട ഗ്രേഡിംഗ് കമ്പനികളെല്ലാം തന്നെ ഉള്ളത്. ഇന്ത്യയിലും ഒരു ഗ്രേഡിംഗ് കമ്പനി ഉണ്ട്, പക്ഷേ അത് ഫോറിൻ നോട്ടുകൾക്ക് അത്ര ഒരു നല്ലൊരു കമ്പനിയല്ല, റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു കമ്പനിയല്ല. ഏറ്റവും നല്ല കമ്പനി PMG, PCGS, ലെജസി ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളാണ്. ഇത് നാട്ടിൽ അധികം പോപ്പുലർ അല്ല, കാരണം നാട്ടിൽ അതിൻ്റെ ഏജൻസികളൊന്നും തന്നെ ഇല്ല. സാധാരണ ഞങ്ങൾ നോട്ടുകൾ ഗ്രേഡ് ചെയ്യുന്നത്, ഈ കാണുന്ന നോട്ടുകളെല്ലാം തന്നെ നമ്മുടെ പല സുഹൃത്തുക്കളുടെയും നോട്ടുകൾ ഗ്രേഡ് ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നതാണ്. ഞാൻ തായ്ലൻഡിൽ പോകുമ്പോൾ തായ്ലൻഡിൽ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ഗ്രേഡിംഗ് സബ്മിഷൻ സെൻ്ററുണ്ട്. നമ്മളോട് നോട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 മാസത്തിനുള്ളിൽ ഈ നോട്ടുകളെല്ലാം തന്നെ US പോയി ഗ്രേഡ് ചെയ്ത് തിരിച്ചു വരികയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ വത്തിക്കാൻ്റെ നോട്ടാണ്. കാരണം വത്തിക്കാൻ്റെ പേര് പിന്നീടാണ് വത്തിക്കാൻ എന്നാവുന്നത്. ആദ്യം ഇത് പാപ്പൽ സ്റ്റേറ്റ് എന്നും പ്രൈമ റിപ്പബ്ലിക് റൊമാന എന്നൊക്കെയാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ വത്തിക്കാൻ്റെ നോട്ടുകളൊക്കെ തന്നെ അത്രയും പഴക്കമുള്ള നോട്ടുകളായതുകൊണ്ട് തന്നെ അത് ഗ്രേഡ് ചെയ്ത് വെക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. പലരും നാട്ടിൽ നിന്ന് ഇത്തരത്തിലുള്ള നോട്ടുകൾ ഞങ്ങൾ തായ്ലൻഡിൽ പോകുമ്പോൾ തന്നുവിടാറുണ്ട്. സാധാരണ ഇത്തരത്തിലുള്ളൊരു നോട്ട് ഗ്രേഡ് ചെയ്യുന്നത് ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് 4500 രൂപയ്ക്ക് അടുത്താണ് ആവുന്നത്. എങ്കിലും ഒരു വളരെ റെയറായിട്ടുള്ളൊരു നോട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്രേഡ് ചെയ്ത് വെക്കണം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടുകളാണെങ്കിലും ഗ്രേഡ് ചെയ്ത് വെക്കണം. ഇതൊരു ബ്ലോക്ക് ഓഫ് 4 ആണ്, അതുപോലെ 64 ഗ്രേഡാണ്. 64 ഗ്രേഡിനേക്കാളും ഹയർ ഗ്രേഡ് ഒറ്റ നോട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിന് സെക്കൻഡ് ടോപ്പ് ഓപ്പ് എന്നാണ് പറയുന്നത്. വളരെ റെയറായിട്ടുള്ള പനാമയുടെ ഒരു കറൻസിയാണ്. പനാമയുടെ കറൻസി എല്ലാവർക്കും അറിയാം, ഒരു ഡ്രീം നോട്ടാണ്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കറൻസിയാണിത്. എൻ്റെ കയ്യിൽ ഗ്രേഡ് ചെയ്യാൻ തന്നാണ്. ഗ്രേഡ് ചെയ്ത് കിട്ടി, 25 ഗ്രേഡ് കിട്ടി. നല്ലൊരു ഗ്രേഡാണ്. ഇത് ഫ്രാൻസിൻ്റെ 1793 കറൻസിയാണ്. ഇത് 2 എണ്ണത്തിൻ്റെ സെറ്റാണ്. അത് അൺകട്ട് പെയർ എന്നാണ് പറയുന്നത്. അൺകട്ട് പെയറാണ്. നല്ലൊരു ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്നത് വളരെ റെയറായിട്ടുള്ള ഗ്രീൻലാൻഡ് എന്ന രാജ്യത്തിൻ്റെ കറൻസിയാണ്. 58 ഗ്രേഡ് കിട്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള കറൻസികൾ, നിങ്ങളിൽ ഏതെങ്കിലും റെയർ കറൻസികൾ ഗ്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ തായ്ലൻഡിൽ പോകുമ്പോൾ അത് സബ്മിറ്റ് ചെയ്യും. 3-4 മാസങ്ങൾക്ക് ശേഷം അത് കളക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൊണ്ടുതരാവുന്നതാണ്. അതൊരു ചെറിയ സപ്പോർട്ട് മാത്രമാണ്. അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഫിനാൻഷ്യൽ ഗെയിനോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഉണ്ടാവുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും റെയർ നോട്ടോ നാണയങ്ങളോ ഒക്കെ, നാണയങ്ങളുടെ ഒരു വർഷം 100 വർഷത്തിൽ പഴക്കമുള്ള നാണയങ്ങൾ നമുക്ക് ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല നമ്മുടെ ലോ അനുസരിച്ച്. അതുകൊണ്ട് 100 വർഷത്തിൽ പഴക്കമില്ലാത്ത ഏതെങ്കിലുമൊക്കെ നാണയങ്ങൾ, റെയറായിട്ടുള്ള ഏതെങ്കിലും റിപ്പബ്ലിക്കിൻ്റെ നാണയങ്ങളൊക്കെ ഗ്രേഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളോട് പറയാം. കൊണ്ടുപോയത് ഗ്രേഡ് ചെയ്ത് കൊണ്ടുതരാൻ സാധിക്കും. ഈ കണ്ട നോട്ടുകളൊക്കെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് തായ്ലൻഡിൽ പോയപ്പോൾ സബ്മിറ്റ് ചെയ്തതും ഇപ്പോൾ അത് ഗ്രേഡ് ചെയ്ത് തിരിച്ച് തായ്ലൻഡിൽ അവർ ഓഫീസിൽ വന്നു. ഇപ്പം തായ്ലൻഡിലേക്കുള്ള യാത്രയിലാണ്. തായ്ലൻഡ് അടുത്ത മാസം, അതായത് ഇപ്പോൾ ഫെബ്രുവരിയാണ്, ഇപ്പോൾ ഫെബ്രുവരി മാറി മാർച്ചിലേക്ക് പോവുകയാണ്. മാർച്ച് 1-2 തായ്ലൻഡിൽ ഒരു വലിയ എക്സിബിഷൻ നടക്കുകയാണ്. അപ്പോൾ എക്സിബിഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തായ്ലൻഡിലേക്ക് പോവുകയാണ്. ആ സമയത്ത് നമ്മൾ ഈ നോട്ടുകളൊക്കെ കളക്ട് ചെയ്ത് നാട്ടിൽ വന്ന് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ മീറ്റിങ്ങിന് ക്ലബ്ബുകളിലൊക്കെ വെച്ച് കാണുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ നോട്ടുകൾ കൈമാറുകയാണ് ചെയ്യുന്നത്. ഇതുകൂടാതെ ടിബറ്റിൻ്റെ നല്ലൊരു ഗ്രേഡ് നോട്ട് കിട്ടി. പക്ഷേ അതൊരു UNC കണ്ടീഷൻ നോട്ടാണെങ്കിലും അതിന് ഗ്രേഡ് 55 ആണ് കിട്ടിയത്. പക്ഷേ 55 EPK ഉള്ളതുകൊണ്ട് തന്നെ ഈ നോട്ട് നല്ലൊരു നോട്ടാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.